വാ നമുക്ക് ക്ലാസ്സിൽ പോവാം. ആദ്യം കൈ കഴുകട്ടെ. നീ എന്ത് പണിയായി കാണിച്ചേ? സാറൊരു മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ. ഒരുപാട് നിർബന്ധിച്ച് കഴിക്കാതാവുമ്പോ സാറിന് വിഷമാവില്ലേ? പിന്നെ നമ്മുടെ സാറല്ലേ, പറഞ്ഞ നമ്മൾ അനുസരിക്കണ്ടേ. ഞാനതനുസരിച്ചു. എന്ത് ടേസ്റ്റ് അടിയോ ഫുഡിന്. മതി മതി, പോയി കൈ കഴുകിയേ. ചെല്ല. സാറ് നിനക്കെന്ന ബുക്കില് എന്താ എഴുതിയത്? ഐ ലവ് യു എന്നാ? പോടി. സാറിന് എന്തായാലും നിന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ട്. കുന്തം. ഇഷ്ടവും കഷ്ടമൊന്നുമല്ല. സാറിന് സഹതാപമാ, അതുകൊണ്ടാ അല്പം നന്നായി പെരുമാറുന്നേ. നീയായിട്ടത് ഇല്ലാതാക്കരുത് കേട്ടല്ലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നീ പോയി കൈ കഴുകിയേ. ചെല്ല പോ. ഹലോ മമ്മി, ഇതെവിടെയാ? ഞാനൊരു യാത്രയില്ല. എന്നോട് പറയാതെയോ? പറഞ്ഞാ ചിലപ്പോ നീ തടസ്സം പറയൂന്ന് തോന്നി. ഞാൻ തടസ്സം പറയാനോ? അതെവിടെയാ? നിങ്ങളന്ന് പോയില്ലേ റിസോർട്ട് പണിയുന്ന ഗ്രാമത്തിലേക്ക്? മമ്മി എന്തിനാ അവിടെ പോകുന്നത്? അവിടെ ആരൊക്കെയോ ഭൂമി വിട്ടുതരാനില്ലേ? അവരെയൊക്കെ ഒന്ന് കാണണം. നോ മമ്മി, അതൊക്കെ സൂര്യൻ നോക്കിക്കോളും. മമ്മി ഇടപെട്ട അത് സൂര്യക്ക് ഇഷ്ടപ്പെടൂലാട്ടോ. പറഞ്ഞു കേട്ടിടത്തോളം ആ ഗ്രാമവാസികൾ സ്ട്രോങ് ആണ്. സൂര്യ എന്ത് ചെയ്യാനാ? റിക്വസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ വേണ്ടെന്ന് വെക്കും. അല്ലാതെ അവരുമായി ഫൈറ്റ് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതില്ല. എന്നാലും ആരും അറിയാതെ ഞാൻ കാര്യങ്ങൾ ചെയ്യൂ. നീ നോക്കിക്കോ, ഒരൊറ്റ ദിവസം ഞാൻ അവിടെ ചെന്നാൽ അതോടെ ആ എതിർപ്പുകൾ തീർന്നിരിക്കും. ഏതായാലും പുറപ്പെട്ട നിലയ്ക്ക് ഞാൻ തടസ്സം പറയുന്നില്ല. പക്ഷേ അറിയാം, തടസ്സങ്ങൾ നീങ്ങിയെന്ന് സൂര്യനാരായണൻ സന്തോഷത്തോടെ നിന്നോട് പറയുമ്പോൾ മാത്രം എന്റെ യാത്രയുടെ കാര്യം പറഞ്ഞാ മതി. അപ്പോ കിട്ടുന്ന അഭിനന്ദനങ്ങൾ മുഴുവൻ നിനക്കുള്ളതാ. അങ്ങനെ വരുമ്പോ ഒരിക്കലും ആ പ്രോജക്റ്റ് നിന്റെ മകളിൽ നിന്ന് മാറില്ല. നടന്നാൽ ഇതൊക്കെ സത്യം. നടക്കും. കൂട്ടത്തിൽ ഞാൻ അവളുടെ വീട്ടിലും ഒന്ന് പോകുന്നുണ്ട്, കബനിയുടെ. അത് വേണോ? മകൾ അത്ര സുരക്ഷിതയല്ലെന്ന് അമ്മയൊന്ന് അറിയിക്കണ്ടേ?